ഇടുക്കിയിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പോലീസിന്റെ ക്രൂരമർദ്ദനം. പുതുവത്സര ദിനത്തിലാണ് പടക്കം പൊട്ടിക്കുന്നത് കണ്ടിരുന്ന മുരളീധരനെ കമ്പംമെട്ട് SHO ഷമീർ ഖാൻ മർദ്ദിച്ചത്. 24 വാർത്തയ്ക്ക് പിന്നാലെ കട്ടപ്പന ASPയോട് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് തേടി. പത്തനംതിട്ടയ്ക്ക് പുറമെ ഇടുക്കി കൂട്ടാറിലും പോലീസ് അതിക്രമം വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. പുതുവത്സര ദിനത്തിൽ പടക്കം പൊട്ടിക്കുന്നത് കണ്ടുനിന്നതിനാണ് കുമരകംമെട്ട് സ്വദേശി മുരളീധരന് പോലീസ് മർദ്ദനം. പടക്കം പൊട്ടിക്കാൻ പറ്റില്ലെന്നും എല്ലാവരും ഉടൻ വീട്ടിൽ പോകണമെന്നും കമ്പംമെട്ട് SHO ഷമീർ ഖാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അല്പം കഴിഞ്ഞ് പിരിഞ്ഞു പോകാമെന്ന ആളുകൾ മറുപടി പറഞ്ഞതാണ് ഷമീർ ഖാനെ പ്രകോപിപ്പിച്ചത്. കൂട്ടം കൂടി നിന്ന ആളുകളെ ആദ്യം പിടിച്ചു തള്ളി, പിന്നീട് മുരളീധരനെ തള്ളിയിട്ട ശേഷം പലതവണ കരണത്തടിച്ചു. മർദ്ദനത്തിൽ മുരളീധരന്റെ പല്ലൊടിഞ്ഞു. ചികിത്സാ ചെലവ് നൽകാമെന്ന് വാഗ്ദാനം നൽകിയാണ് പോലീസ് കേസ് ഒത്തുതീർപ്പാക്കിയത്. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞതോടെ നിലപാട് മാറ്റി. ഞങ്ങൾ 16-ാം തീയതി SP ഓഫീസിലാണ് പരാതി ഫസ്റ്റിലേക്ക് കൊടുക്കുന്നത്. അത് DYFI ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ SP ഓഫീസിൽ വിളിച്ചപ്പം നടപടിയൊന്നും അവിടുന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മാനസികമായിട്ട് നമുക്ക് നല്ലൊരു വേദന അനുഭവപ്പെടുത്തിയിട്ടുണ്ട്. മുരളീധരന്റെ മകൾ അശ്വതിയാണ് CCTV ശേഖരിച്ച് DGP ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയത്. പിന്നാലെ അന്വേഷണം നടത്താൻ കട്ടപ്പന ASPക്ക് ഇടുക്കി SP നിർദ്ദേശം നൽകി. എന്നാൽ ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഒരു നടപടിയുമില്ല. 24 വാർത്തയ്ക്ക് പിന്നാലെ ASPയോട് അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഷമീർ ഖാനെതിരെ ഉടൻ നടപടിയെടുക്കുമെന്ന് SP പറഞ്ഞു. വാഹനത്തിന് നേരെ പടക്കം പൊട്ടിച്ചെറിഞ്ഞുവെന്ന പരാതിയെ തുടർന്നാണ് കൂട്ടാറിലെത്തിയതെന്നാണ് പോലീസ് വാദം. 24 ഇടുക്കി.